ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മെറിലാൻഡ് സ്റ്റുഡിയോ, പഴയ സ്റ്റുഡിയോ ആണ്. നമസ്കാരം. നമസ്കാരം. ഇത് കൃഷ്ണൻ ചേട്ടൻ ഈ മെറിലാൻഡിൽ 40 വർഷമായിട്ട് അന്ന് ലൈറ്റ് ബോയ് ആയിരുന്നു. ഇപ്പോഴും ഇവിടെ തന്നെയാണ്, തൊട്ടടുത്താണ് താമസം. ഇവിടെ ഏത് ഷൂട്ടിംഗ് നടന്നാലും ഇദ്ദേഹം കാണും. ഇപ്പോഴും വലിയ മുതലാളി, കൊച്ചു മുതലാളി, അതിനെക്കാട്ടി കൊച്ചു മുതലാളി, മണി മുതലാളി, എല്ലാ മുതലാളിമാരെയും കണ്ടിട്ട് ഇവിടെ തന്നെ നിൽക്കണം, എവിടെയും പോണ്ട. പിന്നെ എന്തൊക്കെ സുഖം? ശരി അണ്ണാ, എത്ര വർഷമായി ഈ സ്റ്റുഡിയോയിൽ വന്നിട്ട്? ഞാൻ വന്നിട്ട് 45 വർഷം. 45. വലിയ മുതലാളി ഉള്ളപ്പോൾ തൊട്ട് ഉണ്ട്. കൃഷ്ണൻ ചേട്ടന് എത്ര മക്കളുണ്ട്? ഒരു ആണും ഒരു പെണ്ണുമുണ്ട്. പെണ്ണിനെ അയച്ചു, പയ്യൻ പെണ്ണുകൊണ്ടൊന്നും ഇല്ല. ഇവിടുത്തെ ഈ പടങ്ങളൊക്കെ കാണാറുണ്ടോ? എപ്പോ? പണ്ട് പടം. കൃഷ്ണൻ ചേട്ടന് ഇപ്പോഴും ഇവിടെ വന്ന് കാണാൻ സാധിച്ചല്ലോ, അതിൽ നമുക്കും വലിയ സന്തോഷം. ഞാൻ വേണമെങ്കിൽ അങ്ങോട്ടും വരാൻ തയ്യാറ്. ശരി. ആമോദത്തിൻ്റെ നാട് എന്നർത്ഥം വരുന്ന മെറിലാൻഡ് സ്റ്റുഡിയോ 1952 സ്ഥാപിച്ചതോടെ പല മലയാള സിനിമകളുടെയും മുഖം മെറിലാൻഡിൻ്റെ പേരിൽ എഴുതി ചേർക്കപ്പെട്ടു. വൈകിയെത്തിയതിന് മേലുദ്യോഗസ്ഥൻ ശാസിച്ചതിൻ്റെ പേരിൽ ജോലി വലിച്ചെറിഞ്ഞ വാട്ടർ വർക്ക്സിലെ ഗുമസ്തൻ മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത പേരുകാരനായി. തിരുവനന്തപുരം സ്വദേശിയായ പി സുബ്രഹ്മണ്യം. പ്രശസ്ത നർത്തകി പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ പിതാവ് കെ സുബ്രഹ്മണ്യവുമായി ചേർന്ന് പ്രഹ്ലാദ എന്ന സിനിമയും അദ്ദേഹം നിർമ്മിച്ചിരുന്നു. 1936 തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ ന്യൂ തിയേറ്റർ എന്ന സിനിമ പ്രദർശനശാല ആരംഭിച്ചു. പിന്നീട് ശ്രീകുമാർ, കാർത്തികേയ എന്നിങ്ങനെ മറ്റ് 4 തിയേറ്ററുകൾ കൂടി ആരംഭിച്ചു. വാട്ടർ വർക്ക്സിലെ ജോലി ഉപേക്ഷിച്ച ശേഷം സുബ്രഹ്മണ്യം ഇന്റീരിയൽ ട്രേഡിംഗ് കമ്പനി എന്ന ഒരു വ്യാപാര കേന്ദ്രം തുടങ്ങിയിരുന്നു. അതിൻ്റെ ആവശ്യങ്ങൾക്കായി പഴയ മദ്രാശി പട്ടണത്തിൽ പോയ അദ്ദേഹം തിരിച്ചു വന്നത് ഒരു സ്റ്റുഡിയോ തുടങ്ങുന്നതിനാവശ്യമായ സാമഗ്രികളുമായിട്ടായിരുന്നു. 1952 തിരുവനന്തപുരത്ത് നേമത്തിനടുത്ത് മെറിലാൻഡ് സ്റ്റുഡിയോ തുടങ്ങി. ഇപ്പോൾ ഇവിടെയുള്ളത് അദ്ദേഹത്തിൻ്റെ മകനാണ് മിസ്റ്റർ സുബ്രഹ്മണ്യം കുമാർ. അദ്ദേഹത്തിനെ നമ്മൾ കണ്ട് സംസാരിക്കാൻ പോവാണ്. നമസ്കാരം സാർ. സാർ, നമ്മുടെ ഈ സ്റ്റുഡിയോയുടെ ചുറ്റുപാടും അച്ഛനെ പറ്റിയും അത് എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷമായിരിക്കും. നമ്മൾ 1951 ഈ സ്റ്റുഡിയോ തുടങ്ങുന്നത്. ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് 2 വേർഷനിൽ ആത്മസഖിയും പ്രിയസഖിയുമായിരുന്നു. അത് ഫിനാൻഷ്യലായിട്ട് വലുതായിട്ട് മെച്ചപ്പെട്ടില്ല. രണ്ടാമത് പൊൻകഥ എന്നുള്ള സിനിമയിൽ അന്ന് ലളിതയും ഒക്കെ അഭിനയിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. പൊൻകഥ അവരാദ്യമായിട്ട് അഭിനയിച്ച ഇതാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് കുറച്ച് ഈ രണ്ടും ഫിനാൻഷ്യലായിട്ട് വലിയ ഇതില്ലാത്തതുകൊണ്ട് മതിയാക്കിയിട്ട് മൂന്നാമതെടുത്താണ് അവകാശി. അവകാശി നല്ല സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. അതിലാരായിരുന്നു സാർ ഹീറോ ഹീറോയിൻ? പ്രിൻസറും കുമാരിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൊല്ലത്ത് 3 ചിത്രങ്ങൾ വെച്ച് നിർമ്മിച്ചുകൊണ്ടിരുന്നു. അപ്പം സാർ തന്നെയാണോ ഡയറക്റ്റ് ചെയ്തത്? അച്ഛൻ തന്നെ. അവകാശി മുതൽ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നുള്ള പടങ്ങളൊക്കെ വളരെ നന്നായിട്ട് പോയ പടങ്ങളാണ്. പിന്നെ നമ്മളാണ് ആദ്യമായിട്ട് പുരാണ ചിത്രവും ഒരു ഔട്ട്ഡോർ ഈ യാനോളത്തമാടി അങ്ങനെ ടൈപ്പ് രാമായണം എടുത്ത് ഓർമ്മയുണ്ട്. ഞാൻ അതിലൊന്നും ഇവിടെ ഒന്ന് ഡാൻസ് ചെയ്തു. രാമായണമുണ്ട്. പിന്നെ കുമാരസംഭവം ആദ്യത്തെ കളർ ഫിലിം.